ഗംഭീര 73 വയസ്സിൽ മമ്മൂക്ക ഇങ്ങനെ കാണിക്കില്ലേ പൊരിച്ചടിക്കിന്റെ. എല്ലാവരും ബിസിനസ് അല്ല, പക്ഷെ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു മമ്മൂക്ക പൊരിച്ചടക്കി ഞങ്ങള്. തല്ലുമാല കാണുമ്പോൾ RDX കാണുമ്പോഴൊക്കെ നമ്മളും ആഗ്രഹിക്കും ഇതേമാതിരി ഞങ്ങള് മമ്മൂക്കാടെ ഒരു RDXും തല്ലുമാല പടം. പ്രായം നമുക്ക് ചിന്തിക്കാനുള്ള നേരമില്ല, അപ്പോഴേക്കും അടുത്ത് ഇടിപൊട്ടാണ്. അങ്ങനെയാണ് സിനിമ. കുറെ നാളുകളായി നടനായി നിലനിൽക്കുന്നു, ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന ഒരു പടം അത്. അതും വേണല്ലോ, നടനും താരമായിട്ട് ഓരോ സമയത്തും നിലനിൽക്കണല്ലോ. സബീർക്ക, എന്താണ് നമ്മുടെ ടർബനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാടെ എനർജി, അഴിഞ്ഞാട്ടം. ഞങ്ങള് ഫാൻസുകാര് അല്ലെ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് വളരെ ആഗ്രഹത്തോട് കാത്തിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ. അഴിഞ്ഞാടിയിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും മേക്കിംഗ് ആണ്. വൈശാഖ് നന്നായി ചെയ്തിട്ടുണ്ട്, BGM നന്നായിട്ടുണ്ട്. അതുപോലെ വില്ലൻ രാജ്ബി ഷെട്ടി നന്നായിട്ടുണ്ട്. അതുപോലെ മമ്മൂക്ക ടോട്ടൽ ഒരു ആറാട്ടാണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്, മാസ് മസാല പടമാണ്. കുറെ പേര് പറഞ്ഞു മമ്മൂക്കയാണോ അത് ഭയങ്കര ചെറുപ്പക്കാരന്റെ എനർജിയിലാണ് ചെയ്യണത്. ആ ഒരു എനർജി ശരിക്കും കിട്ടിയിരുന്നു. അല്ല, തീർച്ചയായിട്ടും നമ്മള് തല്ലുമാല കാണുമ്പോൾ RDX കാണുമ്പോഴൊക്കെ നമ്മളും ആഗ്രഹിക്കും ഇതേമാതിരി ഞങ്ങള് മമ്മൂക്കാടെ ഒരു RDXും തല്ലുമാല പടം. ഈ 71 വയസ്സിലാണ് ആള് ഇരുന്ന് മാസം കാണിച്ച് കൈയ്യടി ചെയ്യണത്. അതിനെ കുറിച്ച് എന്തൊരു ഫാൻ എന്ന നിലയിൽ? അല്ല, അത് നമുക്ക് പുതുമല്ല. ഓരോ കൊല്ലം തന്നെ ഓരോ രീതിയിലുള്ള അപ്രോച്ചാണ് ഓരോ സിനിമകളോട് ചെയ്യണത്. ഇനിയും ഇതിനെ അപ്പുറം ചെയ്യാൻ കഴിയുന്നതാണ്. അത് മമ്മൂക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യുവ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. എന്താ വേറെ ഒന്നല്ല, ആള് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് സിനിമകൾ ചെയ്യുന്ന ആള്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാലോ, മമ്മൂക്കാനെ കുറിച്ച് അറിയാലോ. ഇപ്പൊ കുറെ നാളുകളായി നടനായി നിലനിൽക്കുന്നു, ഇപ്പൊ താരമായിട്ട് നിൽക്കുന്ന ഒരു പടം അത്. അതും വേണല്ലോ, നടനും താരമായിട്ട് ഓരോ സമയത്തും നിലനിൽക്കണല്ലോ. അപ്പൊ ഇതൊരു താരം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സിനിമയാണ്. പിന്നെ തീർച്ചയായിട്ടും നിമിഷത്തിൽ ഭയങ്കര അഭിമാനം. നമ്മൾ ആഗ്രഹിക്കും നമുക്കും ഇതേമാതിരി ഒരു പടം വേണം എന്നുള്ള. അന്യഭാഷാ സിനിമകളും മലയാളത്തിൽ ഇറങ്ങുന്നതാണ്. അപ്പൊ കൃത്യമായിട്ടൊന്നും വയസ്സൊന്നും ഒരു വിഷയമല്ല എന്നല്ലേ, അഴിഞ്ഞാട്ടം തന്നെയല്ലേ കാണിച്ച ആള്. അതല്ല, അത് കൃത്യമായിട്ട് സ്ക്രീൻ പ്ലേ ടക്കി നമ്മളിങ്ങനെ ഗ്രാഫ് ഉയർത്തിയിട്ടല്ലേ വരുന്നത്. ഒരു BGM ഭയങ്കര സപ്പോർട്ട്. അതുപോലെ എഡിറ്റിംഗ് നന്നായിട്ടുണ്ട്. ഷമീർ മുഹമ്മദിന്റെ, അതുപോലെ വൈശാഖ് മേക്ക് ചെയ്തത്, അതേമാതിരി തന്നെ മ്യൂസിക് എല്ലാം സപ്പോർട്ടിങ് അല്ലേ. പിന്നെ വില്ലനും നന്നായിട്ടുണ്ട് കട്ടക്ക്. പിന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നന്നായി പടം. അമ്മാരി പൈസ ഇറക്കി. ഇപ്പൊ 40 കോടി ബഡ്ജറ്റ് പറഞ്ഞ 40 കോടി എന്ന് വെച്ചാൽ വിഷ്വലൊക്കെ അതുമാതിരി ദാരിദ്ര്യമില്ല വിഷ്വലിന്. അവർ ഷാജി നടുവിൽ ആർട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിഷ്വലും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പടത്തിന്. അപ്പൊ നമ്മള് തമിഴ് സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല. ആ ചെയ്സനെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ചാൻസ്. അപ്പൊ ചെയ്സൊക്കെ മലയാളത്തിൽ നമ്മള് ശുഷ്കമായിട്ടുള്ള പരിപാടി. പക്ഷെ അതിനൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് വേണ്ട ഡയറക്ടറിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഔട്ട്പുട്ട് സിനിമയ്ക്ക് വന്നത്. തീർച്ചയായിട്ടും അഭിമാനം. ഒരു മമ്മൂക്ക ഫാനായത് ഈ നിമിഷം വളരെ അഭിമാനം. പടത്തിനെ കുറിച്ച്, നമ്മുടെ മമ്മൂക്കനെ കുറിച്ചിട്ട് ഒന്നും പറയില്ല. ഈ സിനിമയുടെ ടൈറ്റില് ടർബോ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ മമ്മൂക്കയുടെ ഇടിപ്പടം കൂടി ചേർക്കണം. ശരിക്കും പറയാൻ വെച്ചാൽ അതുപോലെയാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ളത്. പ്രായം കാര്യങ്ങളൊന്നുമല്ല മമ്മൂക്ക ചെയ്തിട്ടുള്ളത്. എനിക്ക് പറയാൻ പറ്റില്ല. ഈ അടുത്തൊന്നും മമ്മൂക്ക് ഇതുപോലെ ഒരു ഫൈറ്റ് ചെയ്തൊരു സിനിമ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഈ പ്രായം നമുക്ക് ചിന്തിക്കാനുള്ള നേരമില്ല, അപ്പോഴേക്കും അടുത്ത് ഇടിപൊട്ടാണ്. അങ്ങനെയാണ് സിനിമ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് തന്നെയാണ് ഹൈലൈറ്റ്. ഈ സിനിമയുടെ നരമ്പ് എന്ന് പറയുന്നത് ഫൈറ്റ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ഫൈറ്റ് എന്ന് മാത്രമല്ല, വെറുതെ ഒരു ഇടിപ്പടം കൊണ്ട് തള്ളാനും പറ്റില്ല. മേക്കിംഗ് കൊണ്ടും എല്ലാം മേഖലയിലും നല്ലൊരു ടെക്നിക്കൽ സൈഡൊക്കെ ആയിട്ട് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. BGM അയ്യോ, സെക്കൻഡ് ഹാഫിൽ ചെവി നമുക്ക് ക്രിസ്റ്റ സെവീർ എങ്ങനെയാണ് തിയേറ്റർ ഇട്ട് പിടിച്ച് കുലുക്കാന്ന് പറയില്ല മുമ്പ് ആരൊക്കെയോ സിനിമയിൽ പറഞ്ഞ പോലെ, അതുപോലെ ശരിക്ക് തിയേറ്റർ പിടിച്ച് കുലുക്കണ രീതിയിലുള്ള BGM ആയിരുന്നു. അതും എല്ലാത്തിലൊരു പുതുമ. രാജ്ബി ഷെട്ടി പിന്നെ പറയാന്ന് വെച്ചാൽ നമുക്കറിയാലോ, നല്ലൊരു പെർഫോമർ ആണ്. പക്ഷെ അത് വില്ലനായിട്ട് എങ്ങനെ വരുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആള് നല്ല നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തു. ആളുടെ ഒരു ബോഡിയും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് കൊണ്ട് ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ അഭിമാനം തന്നെയാണ് മമ്മൂക്ക. അതായത് നമ്മള് പറയാൻ വെച്ചാൽ ഇപ്പൊ ഒരു 3-4 കൊറോണയ്ക്ക് ശേഷം പറയാൻ വെച്ചാൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഒരു എക്സ്പെരിമെന്റൽ അല്ല, സയന്റിഫിക് അങ്ങനത്തെ ടൈപ്പ് ക്ലാസിക് അങ്ങനത്തെ സിനിമകളാണ്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ് മമ്മൂക്കയുടെ ഒരു ഇടിപ്പടം കണ്ടിട്ട് കുറെ നാളായിരുന്നു. അത് ചിന്തിക്കണ നേരത്തെ തന്നെയാണ് അടുത്ത സിനിമ അനൗൺസ് ചെയ്യുന്നത്, ടർബോ, വൈശാഖിന്റെ ഒരു സിനിമ. അപ്പൊ തന്നെ മനസ്സിലായ സാധനം ഇടിപ്പടാന്ന്. പിന്നെ ഓരോ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു പ്രതീക്ഷയാണ്. മമ്മൂക്ക നന്നായി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാന്ന് പറയുമ്പോ അത് 100% അവര് നീതി പുലർത്തി തന്നെ പറയാം. അതുപോലെ ഫൈറ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. കുറെ നാൾ ഷാർപ്പുലിയോടെയാണ് ഇപ്പൊ മമ്മൂട്ടി ഫാൻസ് ആർമാദിക്കണം. അങ്ങനെയല്ല, ആർപ്പുളി വെച്ച് മമ്മൂക്ക ഫാൻസിനെ മറ്റ് ഫാൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൂടുതലും മമ്മൂക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ക്ലാസിക് സിനിമകൾ കണ്ടിട്ടാ. അപ്പൊ അത് ഞങ്ങൾക്ക് ആഘോഷം തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ സിനിമ നമുക്ക് ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. ആരാധകർ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത്
കിട്ടി തന്നെ പറയാം. അറിഞ്ഞങ്ങ് തന്നു. അതായത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവൽ മൂഡാണ് സിനിമ. നമ്മള് സിനിമയുടെ അനൗൺസ്മെന്റിന് മുമ്പൊക്കെ പറയില്ലേ, വിഷു റിലീസ്, ഓണം റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, ഈ സിനിമ ഇറങ്ങണ ദിവസമാണ് ശരിക്കും പറയാൻ വെച്ചാൽ ആഘോഷം. അതുപോലെയാണ് ഇതിന്റെ ഉള്ളിൽ ആഘോഷിച്ചത്. അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെയാണ് മമ്മൂക്ക തന്നെയാണ് സർവ്വം. പടം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഗംഭീരായിരുന്നു. മമ്മൂക്കനെ കുറിച്ച് ഇനി എന്താ പറയാ, പറഞ്ഞു മടുത്ത്. അതെ, ഇപ്പൊ കുറെ നാളായിട്ട് ആക്ഷൻ പടങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ മമ്മൂക്ക ആരാധകരെ പൾസ് അനുസരിച്ച് നമുക്ക് വേണ്ട സാധനം തന്നു. അത് പവർഫുൾ ആയിട്ട് വരികയും ചെയ്തു, വർക്കൗട്ട് ആവുകയും ചെയ്തു. ചുമ്മാ കാണിച്ചു കൂട്ടലല്ല, അത് ഭംഗിയാകുമ്പോഴാണ് പടം നന്നാവുക. ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ആ ലെവലിലായിട്ടുണ്ടാവും, മനോഹരമായിട്ട് ചെയ്തു വെച്ചത്. അതല്ലെങ്കിൽ പൊളിച്ചു മമ്മൂക്ക. ഇന്റർവ്യൂലായിട്ട് തീയാണ് തീ. നിങ്ങൾ ഇവിടെ ഉണ്ടാവണം എല്ലായിടത്തിലും വീഡിയോ ചെറുപ്പക്കാരെക്കാളും ഗംഭീര. 73 വയസ്സിലെ മമ്മൂക്ക ഇങ്ങനെ കാണിക്കില്ലേ, പൊരിച്ചടിക്കിന്റെ. എല്ലാവരും ബിസിനസ് അല്ല, പക്ഷെ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു മമ്മൂക്ക വന്നതാ, പൊരിച്ചടക്കി ഞങ്ങള്. സൂപ്പർ, അടിപൊളി അടിപൊളി മാസ്, അടിപൊളിയായിട്ട് നമുക്കത് കാണണം. അടിപൊളിയായിട്ട് പടം 1.5 മാസം പടം. ഇത്ര മാസം വിചാരിച്ചില്ല. ഇന്റർവ്യൂവിന് ശേഷം വേറെ അയിഞ്ഞാട്ടായിരുന്നു മമ്മൂട്ടി. എന്തെന്നാ പറയാ, ഒരു രക്ഷയില്ല. 76 വയസ്സായിട്ട് ഇങ്ങനെ അയിഞ്ഞാടുന്നെങ്കിൽ ഒരു രക്ഷയില്ല. കൊല്ലം മാസ് ഒരു ബോളിവുഡ് പടം കാണാൻ പ്രതീതിയായിരുന്നു ഇന്റർവ്യൂവിന് ശേഷം. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കൊല്ലം മാസ് പടം ഒന്നും പറയല്ല. തകർത്താടി ഫാൻസുകാർ കാത്തിരുന്ന ചിത്രം. നമുക്ക് ഒരു പകുതി വാസലിന് മുകളിൽ നിന്ന് ചെറുപ്പത്തില്, പ്രായത്തിലല്ല പറഞ്ഞത്, ചെറുപ്പം തകർത്താടി. ഈ വയസ്സിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് ഹാപ്പി. ഒരു 150 കോടി.